ICUവിലെ ബെഡിൽ മയക്കത്തിലായിരുന്നു. പൊട്ടിയ ചുണ്ടുകളും രക്തം അങ്ങിങ്ങായി കട്ട പിടിച്ച ഉടലുമായി അവൾ ഞരങ്ങുകയായിരുന്നു. അച്ഛാ, അച്ഛാ, അവൾ പതിയെ വിളിക്കുന്നുണ്ടായിരുന്നു. ICUവിന്റെ വാതിലിന് മുന്നിൽ ആ അച്ഛൻ വിനയൻ ഹൃദയം പിടയുന്ന വേദനയോട് നിന്നു. അകത്ത് തന്റെ പൊന്നുമോളാണ്, ഒരേയൊരു മകൾ ശിവാനി. മുന്നിലെ കസേരയിൽ സർവ്വതും നഷ്ടപ്പെട്ട് കരയുന്ന തന്റെ ഭാര്യ രേണുവും. ആ സമയം ശിവാനി അബോധാവസ്ഥയിൽ ഞരക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നോവുന്നച്ഛാ, അച്ഛാ, ഓടി വായോ. അവൾ വിളിച്ചുകൊണ്ടേയിരുന്നു. വിനയൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെരുകിനെ പോലെ നടന്നു. പിച്ചി ചീന്തപ്പെട്ട മകളെ ഓർത്ത് നീറി നീറിയ അച്ഛൻ. ശിവാനി ഡിഗ്രിക്ക് പഠിക്കുന്നു. എല്ലാ സ്വാതന്ത്ര്യങ്ങളോടെയുമാണ് അവളെ വളർത്തിയത്. തൻ്റെടിയുമാണ്. അച്ഛൻ്റെ കുട്ടി എന്നായിരുന്നു എല്ലാവരും അവളെ വിളിച്ചിരുന്നത്. എല്ലാം തുറന്നു പറയുന്ന കൂട്ടുകാരനായിരുന്നു അവൾക്ക് അച്ഛൻ. എന്തിനും ഏതിനും അച്ഛൻ വേണം. അവളുടെ വിരലൊന്ന് ചെറുതായി മുറിഞ്ഞാൽ മതി, വേദനിക്കുന്ന അച്ഛ എന്ന് പറഞ്ഞ് ഓടി വരും. വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അച്ഛൻ്റെ കരുതലിന് വേണ്ടി. മകളെ അത്രയേറെ സ്നേഹിച്ച അച്ഛനും അമ്മയും മറ്റൊരു കുട്ടി പോലും അവർക്ക് വേണ്ടെന്ന സ്വാർത്ഥത കാണിച്ചത് അതിനാലാണ്. അങ്ങനെ പോലും മകൾ വിഷമിക്കാതിരിക്കാൻ. കോളേജിൽ പലരും അവളെ പ്രപ്പോസ് ചെയ്തെന്നും എനിക്ക് അവന്മാരെ ഒന്നും പിടിച്ചില്ലെന്നും തമാശയായി അവൾ പറയുമായിരുന്നു. അതെന്താ, നിനക്ക് ലൈനൊന്നും വേണ്ടേ? വിനയനും തിരിച്ച് തമാശയായി ചോദിക്കും. അവന്മാരൊന്നും കൊള്ളത്തില്ലെന്നേ, എൻ്റെ അച്ഛനെ പോലെ ആരും ശരിയല്ലെന്നേ പറഞ്ഞവൾ ചിരിക്കും. കല്യാണാലോചന വരുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം, രേണു ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാനെങ്ങും പോയില്ല, അച്ഛനെയും അമ്മയും വിട്ട്. ശിവാനി വാശിക്കാരിയാകും. കൂട്ടത്തിൽ അമൽ എന്ന പയ്യൻ മഹാശല്യമാണെന്നും അവൻ പോക്രിയാണെന്നും ശിവാനി എപ്പോഴും പറഞ്ഞിരുന്നു. അവളുടെ പുറകെ നടക്കുന്നു. ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും വിടാൻ ഭാവമില്ലെന്നും ശിവാനി പറഞ്ഞിരുന്നു. അച്ഛൻ ഇടപെടണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം എന്ന് ശിവാനി ചിരിച്ചു കളയുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ അറിഞ്ഞു അവളുടെ കയ്യിൽ പിടിച്ച അമലിനെ അവൾ തല്ലിയെന്ന്. അതെല്ലാവരും കണ്ട് പ്രിൻസിപ്പളിനെയൊക്കെ വിളിച്ച് അവനെ താക്കീത് ചെയ്തു. നാണക്കേടായി. അവൻ്റെ ഉള്ളിൽ പകയായി മാറി. ശിവാനിയുടെ ഒരു സുഹൃത്ത് വിപിൻ അവളെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചിരുന്നു. അത്രയും നല്ല സുഹൃത്തുക്കളാണവർ. വേറെയും പെൺസുഹൃത്തുക്കളുമായി അവൻ വിനയനോട് അനുവാദം വാങ്ങി പാർട്ടിക്ക് പോയി. വൈകിട്ടാണ് പാർട്ടി നിശ്ചയിച്ചിരുന്നത്. എല്ലാം കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോൾ 2 വീലർ സ്റ്റാർട്ടാകുന്നില്ല. കൂടെ വന്ന 2 കൂട്ടുകാരികൾ അതിലൊരാളുടെ സ്കൂട്ടിയിൽ പോയി. ബാക്കി ശിവാനിയും മറ്റേ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിപിൻ കാറിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ആദ്യം കൂട്ടുകാരി ഇറക്കി, പിന്നെ ശിവാനിയെ കൊണ്ടുപോയത് മറ്റൊരു വഴിക്കാണ്. ശിവാനി, നീ ഇതെവിടെ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ വിപിൻ പറഞ്ഞു അവൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ എന്തോ കൊടുക്കാനുണ്ട്, അതുവഴി ശിവാനിയെ വീട്ടിലിറക്കാമെന്ന് വിശ്വസിച്ച് അവളെ അവൻ കൊണ്ടിറക്കിയത് അമലിൻ്റെ 2 സുഹൃത്തുക്കളുടെ മുന്നിലാണ്. കോപത്തോടെ വിപിനെ നോക്കി അവൻ ചിരിയോടെ തലയാട്ടി നിൽക്കുന്നത് കണ്ടു. ചതിയൻ്റെ ചിരി. എല്ലാം അവരുടെ പദ്ധതിയായിരുന്നു, 2 വീലർ കേടായത് ഉൾപ്പെടെ. എന്നിട്ട് അവൻ മടങ്ങിപ്പോയി. എതിർക്കാൻ നോക്കിയ ശിവാനിയെ അവർ 3 പേരും മാറി മാറി ക്രൂരമായി കീഴടക്കി. ഒഴുകുന്ന ചോരയിൽ നീറുന്ന വേദനയിലും അവൾ അച്ഛാന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ബോധം മങ്ങിയപ്പോഴും അവൾ പുലമ്പിയത് നോവുന്നച്ഛാ, എനിക്ക് നോവുന്നു എന്നായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവളെ തിരികെ കിട്ടിയപ്പോൾ അച്ഛൻ്റെ നെഞ്ചകം വിങ്ങി. നിറയെ മുറിവുകളായി രക്തത്തിൽ കുളിച്ച് തൻ്റെ എല്ലാമായ മകൾ രക്ഷപ്പെടുമെന്ന് പോലും സംശയമായിരുന്നു. ശിവാനിക്ക് ബോധം വന്ന് അവളെ റൂമിലേക്ക് മാറ്റി. അച്ഛനെയും അമ്മയും എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ട് നടന്ന അവൾ മൗനിയായി. മാറോട് അടക്കി പിടിച്ച അച്ഛൻ അവൾക്ക് കാവലിരുന്നു. പോലീസും കോടതിയും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾ പിന്നെയും അപമാനിക്കപ്പെട്ടു. ശിവാനി തെറ്റ് ചെയ്ത പോലെയായിരുന്നു അവരുടെ ചോദ്യം ചെയ്യൽ. വനിതാ പോലീസ് അവളോട്, നീ എന്തിനാ പോയത്? നീയും കൂടി ചെയ്ത കുറ്റമല്ലേ? അവർ എന്തൊക്കെ ചെയ്തു? എവിടെയൊക്കെ തൊട്ടു? അച്ഛൻ്റെ മുന്നിൽ വെച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾ വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെട്ടു. തല കുനിച്ചു. കോടതിയും അവളെ വെറുതെ വിട്ടില്ല, കുത്തി നോവിച്ചു. സ്വന്തം വക്കീലിൻ്റെ നോട്ടത്തിനും ചോദ്യങ്ങൾക്ക് മുന്നിൽ തളർച്ചയോടെ അച്ഛനെ നോക്കി. മകൾക്ക് ന്യായം കിട്ടില്ലെന്ന് അച്ഛന് മനസ്സിലായി. അമലും കൂട്ടരും പിടിപാടുള്ളവരാണ്. മകളുടെ ദയനീയമായ നോട്ടത്തിന് മുന്നിൽ അച്ഛൻ പതറി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. തൻ്റെ ഉറ്റ സുഹൃത്തിനെ വിളിച്ചു. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവൻ. സ്വന്തം മനസ്സ് പോലെ വിശ്വസിക്കുക. പദ്ധതി പ്ലാൻ ചെയ്തു. അവന്മാരെ വിളിച്ചു വരുത്തി. ഒത്തുതീർപ്പ് ചെയ്യാനെന്ന രീതിയിൽ. പരിഹാസത്തോടെ നിന്നവന്മാരുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി കെട്ടി തൂക്കിയപ്പോൾ അവൻ്റെയൊക്കെ പിടച്ചില്ല അച്ഛൻ ആർത്തു ചിരിച്ചു. അപ്പോഴും അച്ഛൻ്റെ ചെവിയിൽ വേദനിപ്പിക്കുന്ന അച്ഛാന്നുള്ള മകളുടെ രോദനം മുഴങ്ങി. പിറ്റേന്നത്തെ വാർത്ത ഇതായിരുന്നു, അമലും കൂട്ടുകാരും തൂങ്ങി മരിച്ചു. കേസും കൂട്ടവുമൊക്കെയുള്ള നാണക്കേട് കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു. വാർത്ത കണ്ട മകൾ മൗനം വെടിഞ്ഞ് നിറഞ്ഞു ചിരിച്ചു. അവൾക്കറിയാമായിരുന്നു അവളുടെ അച്ഛൻ അവൾക്ക് നീതി നേടി കൊടുക്കുമെന്ന്. അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ അവളുടെ നെറ്റിയിൽ മുത്തം കൊടുത്തു. അവളെ അമർത്തി പിടിച്ചു. അമ്മയെ നെടുവീർപ്പോടെ അവളെ ചുംബിച്ചു. എൻ്റെ മകൾ വീണ്ടും ചിരിച്ചുവല്ലോ. അമ്മയുടെ കണ്ണുകൾ ഈറനായി. ആത്മഹത്യയാണെങ്കിലും സംശയത്തിൻ്റെ പേരിൽ വിനയനെ ചോദ്യം ചെയ്തു. അയാളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ എല്ലാവരും തോറ്റു തുന്നം പാടി. മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് വിനയൻ സ്വയം വാദിച്ചു. തൻ്റെ മകളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ഞാൻ ആരെയും അനുവദിക്കില്ല. അപ്പോഴാണ് ഇത്രയും ക്രൂരത. ഒന്നും ചെയ്യാതിരുന്നാൽ ഇനിയും അവന്മാർ ആവർത്തിക്കും. എത്രയോ അച്ഛനമ്മമാർ വീണ്ടും ഇതേപോലെ ഉരുകേണ്ടി വരും. തൻ്റെ മകളായതുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിന്നു. മറ്റു പെൺകുട്ടികൾ ജീവൻ ഒടുക്കില്ലേ?
ഞാൻ ചെയ്തതാണ് ന്യായം. ഒരച്ഛന് മകൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി. വിനയൻ തന്നോട് തന്നെ പറഞ്ഞു. കുറച്ചു നാളത്തെ വിശ്രമത്തിന് ശേഷം ശിവാനി പഴയ പോലെ മിടുക്കിയായി. പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ച അവളെ അച്ഛൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഉപദേശിച്ചു. ഇത് ശരീരത്തിനുണ്ടായ രോഗമാണ്. ക്യാൻസർ പോലുള്ള രോഗം വന്നാൽ നമ്മൾ ചികിത്സിച്ച് മാറ്റില്ലേ, അല്ലെങ്കിൽ ആ ഭാഗം മുറിച്ച് കളയില്ലേ? അതേപോലെ കണ്ടാൽ മതി. മോള് തെറ്റൊന്നും ചെയ്യാത്തിടത്തോളം കാലം പിന്തിരിഞ്ഞോടേണ്ട കാര്യമില്ല. എല്ലാവരെയും പോലെ ഈ ലോകത്ത് ജീവിക്കാൻ എൻ്റെ മോൾക്കും അവകാശമുണ്ട്. നെഞ്ചു വിരിച്ച് തന്നെ നീ ഈ സമൂഹത്തിൽ ജീവിക്കണം. അച്ഛനുണ്ടാവും എപ്പോഴും കാവലായി കൂടെ. ശിവാനി വീണ്ടും പഠിക്കാൻ പോയി തുടങ്ങി. എല്ലാവരും മറന്നു. കാര്യങ്ങളെല്ലാം പഴയ പോലെയായി. ഓരോ ചുവടും ശക്തിയായി അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൾ അച്ഛൻ്റെ മകളായിരുന്നു, അച്ഛൻ്റെ കരുത്തനായ ചങ്കുറപ്പുള്ള മകൾ. പക്ഷെ അച്ഛന് മാത്രം ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. വിപിൻ ചതിയനായ അവനെ തീർക്കണം. പകയായി വിനയനുള്ളത് ആളിക്കത്തി. ഒരു ബൈക്ക് ആക്സിഡന്റിൽ വിപിൻ ചതഞ്ഞറിഞ്ഞ ദിവസം സംതൃപ്തിയോടെ മകളെ ചേർത്ത് പിടിച്ച് അച്ഛൻ ഉറക്കെ ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥമറിയാവുന്ന മകളുടെ ചുണ്ടിലും അതേ ചിരി പടർന്നു. മകൾക്കറിയാമായിരുന്നു അച്ഛൻ തനിക്കായി കാട്ടിയ നീതിയാണ് ആ ആക്സിഡന്റ് എന്ന്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്